ഈ വൈകാരികത മനുഷ്യന്റെ ഔറത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ സീനുകൾ മനുഷ്യന്മാർ കാണുന്നത് ഒരു തരം അഡിക്ഷനാണെന്നാണ്. അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറ് വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം. അത് അബ്ദുദായിം അൽ കഹീലിന്റെ kahil7.com അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അറബിയിലും ഇംഗ്ലീഷിലും കാണും. അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബ്രെയിൻ തകരാറിലാവുക, അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. ഇത് അള്ളാഹു ചെയ്യുന്നൊരു ശിക്ഷയാണ്, ഹറാമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ. അപ്പൊ മനുഷ്യന് ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യൻ അറിയണില്ല അത് കുട്ടിയാണോ വല്ല ഉമ്മയാണോ പെങ്ങളാണോ. ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറില്ലേ? കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും? മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ TV ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വ്യഭിചരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നിരന്തരമായി ബൊംബാർഡ്മെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ റോഡിലൂടെ നടക്കുന്ന ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വ്യഭിചാരം ഓർമ്മ വരികയാണ്, ആക്രമണം തോന്നുകയാണ്. ഒരു കുഞ്ഞിന്റെ ഔറത്ത് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ്, നോക്കാൻ പാടില്ലെന്നാണ്. നബി തങ്ങൾ പറയാ, നീ ഒരു പുരുഷനോട് പറയാ, നിന്റെ കാലിന്റെ തുട നീ കാണിച്ചു കൊടുക്കരുത്. മരിച്ചതോ ജീവിച്ചതോ ആയ ഒരു മനുഷ്യന്റെ കാൽ തുടയിലേക്ക് നീ നോക്കരുത്. പുരുഷനോട് പറയാം. പെണ്ണിനെ സംബന്ധിച്ചുള്ള ഒരു ശരീരം മുഴുവനും ഔറത്താണ്. ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത്. ബാത്റൂമിൽ റൂമിൽ മനസ്സിലാക്കുക, കുളിക്കാൻ പോയിട്ട് ഇന്നർ വെയർ ഇട്ടിട്ട് റൂമിലൂടെ നടന്ന് പാൻറിടാൻ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക, കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യൻ കാണിച്ചു നടക്കാൻ നീ നോക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തുടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമല്ല നമ്മളെ മനുഷ്യരെ അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത്. ഒരു വൈകാരികത തോന്നിയേക്കും. ഈ തോന്നൽ വരാതിരിക്കണമെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം. കണ്ണ് ചിമ്മണം എന്നല്ലേ പറഞ്ഞത്? ഉള്ളൂ മിൻ അബ്സാരിക്കും, കണ്ണുങ്ങൾ ചിമ്മണം. ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് അതപ്പതിക്കും. അതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മൃഗമാകുന്നത് ഈ പോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസും മനുഷ്യൻ കണ്ടതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മനസ്സിലാക്കി, തലച്ചോറ് നശിപ്പിക്കേണ്ട. അള്ളാഹു തരുന്ന മുഖത്തെ പ്രകാശം നഷ്ടപ്പെടും. ഹിക്മത്ത് വായിലൂടെ ഇൽമുള്ളൊരു വർത്തമാനം പോലും നാവിലൂടെ വരില്ല എന്നാ അള്ളാഹു തആല അത്രക്ക് മനുഷ്യനെ മരവിപ്പിച്ചു കളയും. വ്യഭിചാരത്തിന്റെ സീനുകൾ നോക്കുന്ന മനുഷ്യന്മാർ അത് ചെയ്യുന്നവരുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ. സത്യവിശ്വാസികളും വിശ്വാസിനികളും തോന്നിവാസമുള്ള വീഡിയോകളും പിക്ചറുകളും കാണണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫലമാണ് ഈ പീഡനത്തിന്റെ കഥകളൊക്കെ. കുട്ടികൾ നമുക്ക് പിടിച്ചു വെച്ചിട്ട് പെട്ടിയിലടക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ ഇത് ചിന്തിക്കേണ്ടത്? പുരുഷന്മാർ ഇത് ചിന്തിക്കണ്ടേ? ആണും പെണ്ണും ചിന്തിക്കണ്ടേ? അതുകൊണ്ട് മനുഷ്യൻ കണ്ണിനെ സൂക്ഷിക്കണം. യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. കണ്ണ് സൂക്ഷിക്കാതെ വിചാരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യഭിചാരം വരുന്നത് കണ്ണുകൊണ്ട് കണ്ടതിന്റെ ശേഷമാണ്. കണ്ണുകൊണ്ടൊരു പെണ്ണിനെ കാണുമ്പോഴാണ് അവന് പ്രേമം ഉണ്ടാകുന്നത്. ആ നോട്ടം കൂടുമ്പോഴാണ് അത് അനുരാഗമായി മാറുന്നത്. അത് കൂടുമ്പോഴാ പിന്നെ അവളിലേക്ക് ചേരണമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഹറാമുകളല്ലേ? എവിടെ നിന്ന് തുടങ്ങി? ഒരൊറ്റ നോട്ടത്തിൽ നിന്ന്. കണ്ണിനെ സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യന്മാർക്ക് അള്ളാഹു ബോധം തരട്ടെ. നമ്മുടെ കുട്ടികൾ അള്ളാഹു സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ മോശപ്പെട്ട വസ്ത്രമിട്ട് നടക്കരുത്. പെണ്ണുങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. പെണ്ണെ, നിന്റെ വസ്ത്രവും നിന്റെ അലങ്കാരവും നിന്റെ ഭംഗിയും നിന്റെ സുഗന്ധവും ആസ്വദിക്കേണ്ടത് നിന്റെ ഭർത്താവാണ്. അത് നാട്ടുകാർക്കുള്ളതല്ല. അത് പെണ്ണ് മനസ്സിലാക്കണം. പെണ്ണുങ്ങളത് മനസ്സിലാക്കണം. വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ഒരൊറ്റ കാര്യം, ഒരു ഹദീസ് ഞാൻ പറയട്ടെ. ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹയാണ് ആദ്യമായി മുസ്ലിമീങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിലിൽ, ആദ്യമായി മയ്യത്ത് കട്ടില്, ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലില്ലേ, സൈഡിലൊക്കെ പലകളുള്ള മറയുള്ള മയ്യത്ത് കട്ടിൽ, ആ കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് പോയത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹയാണ്. എന്താ വിഷയം എന്നറിയോ? ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുമ്പോ 20 ചില്ലാന വയസ്സായിട്ടുള്ളപ്പോ, 21 22 വയസ്സാണ്, 20 വയസ്സാ ഫാത്തിമ ബീവിക്കെന്ന് വഫാത്താകുമ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞിട്ട് വഫാത്താകുമ്പോ രോഗം വന്ന് കിടക്കുമ്പോ ബീവിയെ കാണാൻ വന്നു. ആര്? അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി കരയുണ്ട്. ബീവി, എന്താ നിങ്ങൾ കരയണത്? ഒന്നുമില്ല അസ്മാ, ഒന്നുമില്ല അസ്മാ, ഞാൻ കരയുന്നത് അസ്മാ ബിൻതു ഉമൈസ്, ഞാൻ കരയണത് ഞാൻ മരിച്ചാൽ എൻ്റെ കഫംപുട, എൻ്റെ മയ്യത്ത് നിങ്ങൾ തുണിയിൽ പൊതിയൂലേ?
അങ്ങനെ നിങ്ങൾ ഇന്നത്തെ മയ്യത്ത് കട്ടിൽ അന്ന് ഒരു പലകയാണ്, ആ പലകയിലാണ് മയ്യത്തിനെ കടത്തുക. നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ ഒരു വീതി കുറഞ്ഞ മയ്യത്ത് കട്ടിലിൽ ഒരു പലകയിൽ നിങ്ങൾ ഒരു സഫ്ഹ അങ്ങനെ പറയാം, ഒരു മരത്തിന്റെ പലക, അതിൽ മയ്യത്തിനെ കടത്തിയിട്ടാ കൊണ്ടുപോവൽ. അങ്ങനെ എന്നെ കടത്തിയാൽ എന്റെ ശരീരത്തിൽ വസ്ത്രം ഇങ്ങനെ ചുറ്റുമ്പോ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ, എന്റെ നീളവും വീതിയും അവർ കാണൂലേ, എന്റെ ശരീരത്തിന്റെ രൂപം പുരുഷന്മാർ കാണൂലേ? അതാര്? സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാര്യം. എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ, എനിക്കതോർത്തിട്ടാണ് വിഷമം, അതോർത്തിട്ട് എനിക്ക് മരിക്കാൻ തന്നെ വിഷമാവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോവാൻ? അപ്പോഴാണ് അസ്മാ ബി പറഞ്ഞത്, ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, സാരല്ല ഫാത്തിമ ബീവി, ഞാൻ എത്യോപ്യയിലേക്ക് ചെന്നപ്പോ എത്യോപ്യക്കാർ മയ്യത്ത് കട്ടിൽ, നാഷ് എന്ന് അറബിയിൽ പറയാം മയ്യത്ത് കട്ടിലിന്, അവർ മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ മയ്യത്ത് കട്ടിൽ സൈഡിൽ പലകകൾ വെച്ചതാണ്, അതിന്റെ ഇടയിലേക്ക് മയ്യത്തിനെ കടത്തിയാൽ ആരും കാണൂല. ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? നേരെ പോയിട്ട് ഈ തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, എന്നിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ആയിരിക്കും ഫാത്തിമ ബീവി നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്, മതിയോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, എന്നെ അങ്ങനെ നിങ്ങൾ കടത്തിയാൽ മതി. ഫതബസ്സമത്, അവിടെ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയാ, വലം തദ്ഹക് ഫാത്തിമ റളിയല്ലാഹു അൻഹ ബഅദ വഫാത്തി അബീഹാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് വാപ്പ മരിച്ചിട്ട് അവസാനമായി ഒന്ന് ചിരിച്ചത് ഒരേ ഒരു നേരം, എന്റെ മയ്യത്തുകൾ ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത്, എന്നെ പുരുഷന്മാർ കാണൂലല്ലോ. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന നേരത്ത് ആ ചിന്തിച്ച വേദനയിൽ നിന്ന് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലുണ്ടായത് മനസ്സിലാക്കണം. ഇനി നമ്മൾ എങ്ങനെയാ പറയാ, എത്ര അച്ചടക്കത്തിലാണ് പെണ്ണുങ്ങൾ നടക്കേണ്ടത്, എങ്ങനെയാ ശരീരം ടൈറ്റ് ഫിറ്റുള്ള വസ്ത്രം ഇട്ട് നടക്കുക, എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്, ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്? പുരുഷന്മാരും ആണും പെണ്ണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അള്ളാഹു പടച്ച മഹാത്ഭുതങ്ങളാണ്. പക്ഷേ ഇത് ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല. അച്ചടക്കം പെണ്ണുങ്ങൾ പാലിക്കണം, പുരുഷന്മാർ അച്ചടക്കം അവരും പാലിക്കും. എങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് പട്ടാളം പോലീസിന് റോട്ടിലേക്ക് ഇറക്കിയിട്ടൊന്നും പീഡനം തടയാൻ പറ്റൂല. ആണും പെണ്ണും ചിന്തിക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവേൻ. അതേ ഇതിന് പരിഹാരമുള്ളൂ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ, കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ കാരുണ്യവാനായ പടച്ചവനെ, റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, നിനക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ചേർക്കണമേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിനെ ശുദ്ധിയാക്കണേ റബ്ബേ, ഞങ്ങളുടെ ശരീരം വൃത്തിയാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ, ഞങ്ങളുടെ മനസ്സിലെ അസുഖങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. നിനക്ക് ഇഷ്ടമില്ലാത്ത തോന്നലുകളോ അഹങ്കാരത്തിന്റെയോ ഉജ്ബിന്റെയോ റിയാഇന്റെയോ ഇജാബും ബിൻ നഫ്സിന്റെയോ സർവ്വ അസുഖങ്ങളും അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെ ഖൽബൊന്ന് നീക്കി തരണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നിനക്ക് ഇഷ്ടമുള്ള സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ പടച്ചവനെ. ആണുങ്ങളും പെണ്ണുങ്ങളും സ്വഭാവങ്ങൾ നന്നാക്കി തരണേ റബ്ബേ. കുടുംബങ്ങൾ അച്ചടക്കമുള്ള കുടുംബങ്ങളാക്കണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കണേ റബ്ബേ. പിണങ്ങിക്കഴിയുന്നവരെ നീ ഇണക്കണേ പടച്ചവനെ. വേർപിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ നീ യോജിപ്പാണ് ഖൈറെങ്കിൽ യോജിപ്പിക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹുവേ. ഗർഭിണികളായ സഹോദരിമാർ അള്ളാഹുയുടെ പ്രസവം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ജനിച്ച മക്കൾ അവർക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എൻ്റെ കാവലുണ്ടാകണേ അള്ളാഹു അസുഖമുള്ള മക്കൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും ഈ സദസ്സിൽ ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ചെറുതോ വലുതോ ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് നീ ശിഫ നൽകണേ പടച്ചോനെ. നീ ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ ചോനെ. ഞങ്ങളുടെ കാവൽ ചോദിക്കുന്ന എല്ലാ ഷർറും അവർക്കും നീ കാവൽ കൊടുക്കണേ നാളെ നിന്റെ മുമ്പിലേക്ക് മടങ്ങി വരുന്ന സമയം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ അല്ലാഹു. നാളെ നിന്നെ കാണാനും നിന്റെ റസൂലിനെ കാണാനുമുള്ള തരത്തിൽ നിന്റെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. ഈ ഇസ്ലാമിക് സെന്റർ, ഇതിന്റെ പ്രവർത്തകന്മാർ, ഇതിന്റെ ഭരണം നടത്തുന്ന ആളുകൾ, ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഇതിനെ സഹായിക്കുന്നവർ, ഈ ക്ലാസ്സിന് വേണ്ടി ഇവിടെ ചെയർ വിരിക്കുന്നവരോ മൈക്ക് നന്നാക്കുന്നവരോ വൈറസിലൂടെ നെറ്റ് കണക്ഷൻ ചെയ്ത് ഇതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നവരോ ആയ ഒരുപാട് സുഹൃത്തുക്കൾ, മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു ഒത്തുകൂടലാണ് പടച്ചോനെ. ഈ ഒത്തുകൂടൽ ഓരോ ആഴ്ചയിലും ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ മജ്‌ലിസിനെ നിമിത്തമാക്കണേ പടച്ചോനെ. ഓരോ ആഴ്ചയിലെയും ഞങ്ങളുടെ പാപങ്ങളെ ഈ മജ്‌ലിസ് കൊണ്ട് പുറത്തു തരണേ പടച്ചോനെ. ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ പടച്ചോനെ. ഞങ്ങളെ എന്നുമെന്നും ശുദ്ധിയാക്കി തരണേ റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തന്നിന്റെ മഅരിഫത്ത് ഖൽബിലേക്ക് തരണേ പടച്ചോനെ. അങ്ങനെ നിന്നടുത്തറിയാനുള്ള ഹൃദയം തരണേ റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ നിസ്കാരത്തിലും
ഇബാദത്തിലും ആനന്ദം തരണേ തമ്പുരാനെ. അങ്ങനെ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, നിന്നിലും നിന്റെ റസൂലിലും നിന്റെ ദീനിലും തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളാക്കി തരണേ അല്ലാഹ്. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ. ദുആയിൽ ഉൾപ്പെടുത്തണം. ജസാകുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.